നമ്മളിങ്ങനെ ഡൽഹിയിൽ ഒരു ഒരു വിശിഷ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഗൾ കാലത്തുള്ള ഒരു മോസ്കും സംബന്ധപ്പെട്ടുള്ള അവരുടെ സൃഷ്ടികളും മുഗൾ കാലത്തുള്ള അവരുടെ ഒരു പാലസ് എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥലമാണിത്. ഹുമായൂൺസ് ടോംബ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ സ്ഥലം. നമുക്ക് ആ സ്ഥലം ഞാനിങ്ങനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അകലക്കാഴ്ച കാണാം. ആദ്യം ഒരു വലിയ കോട്ട മൈതാനി പോലെയാണ് സ്ഥലം. ചുറ്റുവട്ടത്തും അങ്ങോട്ട് വരുന്തോറും സൺസെറ്റിൻ്റെ ഒരു ഫീല്, ഭയങ്കര രസമുള്ളൊരു ഫീല് ഇവിടെ ആസ്വദിക്കാൻ നമുക്ക്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇവിടെ എന്താണ് ഇത്ര കാണാനുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. കൂടുതൽ ചിന്തിച്ച് തല ഉണ്ടാക്കണ്ട, ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. ഞാനിവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. നമ്മളെപ്പോഴും മനോഹര ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഒരു ഫീല് കംപ്ലീറ്റ് ആസ്വദിച്ചിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അല്ലേ? ഇവിടെ ഒത്തിരി മൈനകളുണ്ട് കേട്ടോ. മുഗൾ കാലത്തെ എന്തോ പ്രാർത്ഥനാലയം പോലെ എന്തോ ആണത്. ഈ മുഗളരുടെ ഇതും നമ്മുടെ ബ്രിട്ടീഷിൻ്റെ ഇതും രാജാക്കന്മാരുടെ കൺസ്ട്രക്ഷനും എല്ലാം നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ കാണുമ്പോൾ തന്നെ. പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഒരു പാരറ്റ്, ഭയങ്കര രസമുണ്ടല്ലേ. എന്തോ കൊത്തി പറിക്കാൻ നോക്കുന്ന ആശ. ഓക്കെ, ഒരു ഭംഗിയുള്ള എന്താ രസമല്ലേ. അവിടെ ഒരു കോട്ടയുണ്ട്. കോട്ടയല്ല, അതായത് ചില വാച്ച് ടവർ ആണ്. അത് എല്ലാ ഏരിയയിലുണ്ട് വാച്ച് ടവർ. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ മൂലയിലുണ്ട് വാച്ച് ടവർ. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറാം. നമുക്കവിടെ കയറാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കയറാൻ പഠിക്കട്ടൊക്കെ ഉണ്ട്. വേണ്ട, നമുക്ക് അങ്ങോട്ട് നോക്കാം. എങ്ങനെയുണ്ട്? ഭയങ്കര മനോഹരമല്ലേ ഇത്? ആ ലുക്ക് ആൻഡ് ഫീലും നോക്കി, എത്ര മനോഹരമാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. മറക്കണ്ട, ഡൽഹിയിൽ, ന്യൂസിലാൻഡിലും വിയന്നയിലും അമേരിക്കയിലും ഒന്നുമല്ല. അയ്യോ, ഇവിടുന്നൊരു നല്ല ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, അടിപൊളി ഫ്രെയിം.
നൈസല്ലേ? എങ്ങനെയുണ്ട്? ആ അടിപൊളി ഫ്രെയിം അല്ലേ? നല്ല രസമുള്ള ഫ്രെയിം അല്ലേ? ഗംഭീര ഫ്രെയിം അല്ലേ? ഒരു പാട്ട് സീനൊക്കെ വന്ന് അസാൾട്ടായിട്ട് എടുത്തിട്ട് പോകാം. അടിപൊളിയായിട്ട് എടുത്തിട്ട് പോകാം. നമ്മൾ ഒരു നല്ല ഫ്രെയിമിൽ കൂടെ തന്നെ യാത്ര ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയ സ്ഥലങ്ങളാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളാണ്. മനോഹരമായ ഹ്യൂമൻ ടോംബ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ജീവിതത്തിലൊന്ന് കാണുക, ആസ്വദിക്കാൻ നിങ്ങൾക്കും പറ്റുമാറാകട്ടെ. ഒരു സൃഷ്ടികളൊക്കെ ഓരോ സ്ഥലത്തെയും ഓരോ തരം സൃഷ്ടികളാണ്. വേണ്ട ഔട്ട്ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അയ്യോ, അവിടെ സാധനം ഷവറൊക്കെ കൂട്ടിയിട്ടുണ്ടാണ്, അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു. ഇതെങ്ങനെ പോകും അങ്ങോട്ടേക്ക്. ഇതുപോലെ തന്നെ ഒത്തിരി ദൂരങ്ങൾ അത് പോകും. ഇവിടെ മറ്റൊരു എൻട്രൻസ് ഉണ്ട്. അധികം ആളുകൾ കടന്നു ചെല്ലാത്ത ഒരു എൻട്രൻസ്, രസമായിട്ടുള്ള എൻട്രൻസ്. അറബ് സറായ് ഗേറ്റ് വേ, അതാണ് എൻ്റെ പേര് കേട്ടോ. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. രസം. വാ, ഭയങ്കര ഗാംഭീര്യതയാണ് കേട്ടോ. അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? അതും രസമാണ് അല്ലേ? മുഗൾ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രസമുള്ള ഒരു കോട്ട. അടിപൊളി അല്ലേ?
ശരിക്കും ഡൽഹി എന്നുള്ളത് മുഗൾ കാലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. വാ, ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൊന്നു പള്ളി. ഗംഭീര വ്യൂ ആണ്. വാ, വാ. നമ്മൾ ചെറുതായിട്ട് പടിയൊക്കെ ഒന്ന് ചവിട്ടി നോക്കാം അല്ലേ? ഓ, ഇവിടെ ഇവിടെ 3 ദർഗയുണ്ട് കേട്ടോ. ഓക്കെ, ആരുടെയാണെന്നൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഏതെങ്കിലും മുഗൾ ചക്രവർത്തിമാരുടെയോ അല്ലെങ്കിൽ രാജ്ഞിമാരുടെയൊക്കെ ആയിരിക്കാം. നമുക്കതിനെക്കുറിച്ച് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ടും ആധികാരികമായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ടും നമ്മളതിനെക്കുറിച്ച് കടക്കുന്നില്ല. പക്ഷേ വെരി വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗംഭീര സ്ഥലമാണ്, ഗംഭീര സ്ഥലം. ചരിത്രമാണ്, ചരിത്രം. ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഒരു ഗംഭീര സ്ഥലം കണ്ടില്ലേ നമ്മൾ? ഗംഭീര സ്ഥലം, അടിപൊളിയല്ലേ? ഓക്കെ, ഇനിയും കാഴ്ചകളുണ്ട്, ഇനിയും കാണാനുണ്ട്, ഇനിയും ഒത്തിരി ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ കാഴ്ചകളിലൂടെ നമ്മൾ കിടക്കും. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും ഈ ഏരിയയിൽ നിന്നും ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കിയിട്ട് നല്ല ഒരു ഫ്രെയിം നോക്കിയിട്ട് ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെ നമ്മൾ കടന്നു വന്ന് ഇതെങ്ങനെ ഒരു ഫ്രെയിം പിടിക്കും. എന്നാലും നമ്മൾ ഇവിടുന്നൊരു ബൈ.